ഹമാസിന്റെ ഗാസയിലെ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ഒക്ടോബറിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. മെയ് 14 തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഭൂഗർഭ നിലയത്തിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത്. നേരത്തെ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് പരിക്കേറ്റതായുള്ള വിവരം പുറത്തുവന്നിരുന്നു. ബുധനാഴ്ചയാണ് പാർലമെന്റിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനയിൽ മുഹമ്മദ് സിൻവാറിനെ ഇസ്രയേൽ സൈന്യം വധിച്ചതായി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി. ഇസ്മയിൽ ഹനിയ, മുഹമ്മദ് ദെയ്ഫ്, യഹ്യ സിൻവാർ, ഇപ്പോൾ മുഹമ്മദ് സിൻവാർ, ഇവരെയെല്ലാം ഇസ്രയേൽ ഇല്ലാതാക്കിയിരിക്കുന്നുവെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഹമാസിന്റെ റാഫ ബ്രിഗേഡിന്റെ കമാൻഡറായ മുഹമ്മദ് ഷബാനിയും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഗാസയിൽ ഹമാസിന്റെ നേതൃനിരയിൽ ബാക്കിയുണ്ടായിരുന്ന അവസാന നേതാവായിരുന്നു മുഹമ്മദ് സിൻവാർ. യഹ്യ സിൻവാറിന്റെ മരണശേഷമാണ് നേതൃനിരയിലേക്ക് ഉയർന്നത്. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളാണ് മുഹമ്മദ് സിൻവാറിനെ കണക്കാക്കപ്പെട്ടിരുന്നത്. ആക്രമണത്തിന്റെ വീഡിയോ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു യഹ്യ സിൻവാർ. ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനു ശേഷമായിരുന്നു സംഘടനയുടെ തലപ്പത്തേക്ക് യഹ്യ സിൻവാർ എത്തിയത്. യഹ്യ സിൻവാറും ോടെയാണ് ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് മുഹമ്മദ് സിൻവാർ എത്തിയത്. ഗാസയിലെ ഹമാസിന്റെ തലവനായിരുന്ന മുഹമ്മദ് സിൻവാർ ഗാസയിൽ ശേഷിച്ചിരുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായിരുന്നു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച മുഹമ്മദ് സിൻവാറിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൻവാർ എന്നാണ്. 1991 ഹമാസിന്റെ ഭാഗമായ സിൻവാർ പതിറ്റാണ്ടുകളായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. രഹസ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സിൻവാറിനെ ദ ഷാഡോ എന്നായിരുന്നു ഇസ്രയേൽ വൃത്തങ്ങൾ വിളിച്ചിരുന്നത്. 2006 ഇസ്രയേലി സൈനികനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലടക്കം സിൻവാറിന് പങ്കുണ്ടായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സിൻവാറിന്റെ പങ്കും ഇസ്രയേൽ കണ്ടെത്തിയിരുന്നു. ഹമാസിന്റെ ഭൂഗർഭ താവളത്തിൽ മുഹമ്മദ് സിൻവാർ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ഖാൻ യൂനീസിലുള്ള യൂറോപ്യൻ ആശുപത്രിയുടെ അടിയിലായിരുന്നു ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. ആക്രമണത്തിനു ശേഷം ഇതിന്റെ വീഡിയോ ദൃശ്യം ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. അതേസമയം മുഹമ്മദ് സിൻവാറിന്റെ മരണം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഹമാസിന്റെ മറ്റു നേതാക്കളെല്ലാം വിദേശത്തും മറ്റുമായിരുന്നപ്പോഴും സിൻവാർ ആയിരുന്നു ഗാസയിൽ നിന്നുകൊണ്ട് യുദ്ധം നയിച്ചിരുന്നത്. 2024 ജൂലൈ 31 ഹമാസിന്റെ മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിനു പിന്നാലെയാണ് യഹ്യ സിൻവാർ ഹമാസിന്റെ നേതൃനിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2006 ഇസ്രയേൽ സൈനികർ ഗിലാഡ് ഷാലിത്തിനെ പിടികൂടിയ റെയ്ഡിന് നേതൃത്വം നൽകിയതിനു ശേഷമാണ് മുഹമ്മദ് സിൻവാർ ഹമാസിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ ഓപ്പറേഷനൊടുവിൽ 2011 പലസ്തീൻ തടവുകാരുടെ മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വർഷങ്ങളോളം മുഹമ്മദ് തന്റെ സഹോദരന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി തുടർന്നു. മുഹമ്മദ് സിൻവാറിന്റെ നേതൃത്വം ഏറെക്കുറെ രഹസ്യമായി തുടരുകയായിരുന്നു. എന്നാൽ ഹമാസിനുള്ളിലെ ഉയർച്ച അദ്ദേഹത്തെ ഒരു പ്രധാന വ്യക്തിയാക്കി. യഹ്യ സിൻവാറിന്റെ സഹോദരൻ എന്നത് ഗാസയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തിയേറ്റിയതായി ഇസ്രയേലിന്റെ തീവ്രവാദ വിരുദ്ധ വിദഗ്ധൻ കോളിൻ ക്ലാർക്ക് അഭിപ്രായപ്പെടുന്നു. തന്റെ സഹോദരൻ കാരണം ഗാസയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ബ്രാൻഡാണ് എന്നും അതിനാൽ ഹമാസ് അത് ഉപയോഗിക്കുകയാണെന്നുമാണ് ക്ലാർക്ക് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.